എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടരുന്നു. 3-ാം ശ്ലോകം. ദുർലഭം ത്രയമേവൈതദ് ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുഷരു സംശയഃ. മനുഷ്യത്വം, മോക്ഷേച്ഛ, മഹാത്മാക്കളുമായുള്ള സമ്പർക്കം, ഇവ മൂന്നും ലഭിക്കുവാൻ പ്രയാസമാകുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ അവ ലഭിക്കുകയുള്ളൂ. മനുഷ്യത്വം, മനുഷ്യനായാൽ പോരാ, മനുഷ്യത്വം വേണം. അത് പിന്നെ മോക്ഷേച്ഛ, മോക്ഷം വേണമെന്ന ആഗ്രഹം, ഇത് രണ്ടും മഹാത്മാക്കളുമായുള്ള സമ്പർക്കം മൂലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവ ലഭിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. അദ്വൈതാചാര്യന്മാർ സാധാരണ ഉദ്ധരിക്കാറുള്ള ഒരു ശ്ലോകമുണ്ട്. ഈശ്വരാനുഗ്രഹാദേവ പുംസാമദൈത്വതവാസന മഹാഭയകൃതത്രാണ വിത്രാണായതി ജായതേ. ആളുകൾക്ക് അദ്വൈതത്തിൽ താല്പര്യമുണ്ടാകുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാകുന്നു. ബാഹ്യമായ വിഷയങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് ഞാൻ വേറെ നീ വേറെ എന്ന ദ്വൈതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണ് എല്ലാവരും. അതല്ലാതെ എല്ലാം ഞാനും നീയും എല്ലാം ഒന്ന് തന്നെ, അഹം ബ്രഹ്മാസ്മി തത്വമസി, ഇത് രണ്ടും ഞാൻ തന്നെയാണെന്ന് എന്നുള്ള ആ അദ്വൈത വാസന അല്ലെങ്കിൽ അദ്വൈതത്തിൽ താല്പര്യമുണ്ടാകുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കൊടിയ ഭയത്തിൽ നിന്നും രക്ഷ നൽകുന്ന ആ അദ്വൈതവാസന 2-3 പേർക്ക് ഉണ്ടായെങ്കിലായി. കൊടിയ ഭയത്തിൽ നിന്നും, കാരണം ദ്വൈതം വരുമ്പോഴാണ് ഭയം. കാരണം നീ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം, അത് ദ്വൈതമാണ്. ഞാനും നീയും വേറെ വേറെ എന്നുള്ള ചിന്ത ദ്വൈതമാണ്. അപ്പോൾ നീ എന്നെ വല്ലതും ചെയ്യുമോ എന്നെനിക്ക് ഭയമുണ്ട്. പക്ഷെ അദ്വൈതത്തിൽ ഞാനും നീയും ഒന്ന് തന്നെ, എല്ലാം ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ ഭയപ്പെടേണ്ടതില്ല. മനുഷ്യത്വവും മുമുക്ഷത്വവും ഉണ്ടായാലും ജ്ഞാനവിജ്ഞാന സമ്പന്നമായ ഒരു ഗുരുവിനെ അഭയം പ്രാപിക്കാതെയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാതെയും ആത്മബോധം ഉണ്ടാവുകയില്ല. അപ്പം നല്ലൊരു ഗുരുവിനെ ലഭിക്കണം. അതിപ്പോൾ മനുഷ്യത്വം ഉണ്ടായാലും പോരാ, മുമുക്ഷത്വം, അതായത് മോക്ഷത്തിനുള്ള ഒരു ഇച്ഛ ഉണ്ടായിട്ടും കാര്യമില്ല. നല്ലൊരു ഗുരുവിനെ നമുക്ക് ലഭിക്കണം. അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ജന്മസാഫല്യം നേടാനും ഇടവരൂ. അപ്പോൾ നമ്മളെല്ലാം അദ്വൈത വിശ്വാസികളായിരിക്കണം. അദ്വൈതം ഭയപ്പെടേണ്ടതില്ല, ദ്വൈതം ഭയപ്പെടണം. കാരണം എന്തുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല? ഞാനും നീയും ഒന്ന് തന്നെ, ഞാനും നീയും വേറെ വേറെയല്ല. എൻ്റെ ഈ ശരീരത്തിന് ഉള്ളിൽ ഉള്ള അത് തന്നെയാണ് നിൻ്റെ ശരീരത്തിനും ഉള്ളത്. പിന്നെ സ്വഭാവം വ്യത്യസ്തമാകാൻ കാരണം ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അവിടെ ഭയമില്ല. പക്ഷെ ഞാനും നീയും വേറെ വേറെയാണെന്ന് കരുതുമ്പോൾ എനിക്ക് നിന്നെ ഭയപ്പെടേണ്ടി വരും, നിനക്ക് എന്നെയും ഭയപ്പെടേണ്ടി വരും. ഒന്നാണെന്ന് പറഞ്ഞാൽ അതുണ്ടാവില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി അടുത്ത ഭാഗം. നന്ദി, നമസ്കാരം.